നിങ്ങളുടെ പങ്കാളിയുടെ കറന്റ് ഫീലിങ്സിലേക്ക് പോവാം. അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി ഇത് കേൾക്കുക. ഞാൻ പ്രാർത്ഥിച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. താഴെ നിങ്ങളുടെ പേരോ നക്ഷത്രമോ പങ്കാളിയുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ നക്ഷത്രമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റായി ഇടുക. ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുന്നോട്ട് പോവാം. ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ടാരോ ദേവി തരുന്ന നിങ്ങളുടെ പങ്കാളിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം. അവരുടെ മനസ്സ്, ഇനി അവരെന്താണ് ആക്ഷൻ എടുക്കാൻ പോകുന്ന ഇതൊക്കെ നോക്കാം. ടെൻ കപ്പാണ് ആദ്യം വന്നിരിക്കുന്നത്. ടെംപ്രൻസ്, കിങ് കപ്പ്, ടി എന്ന അക്ഷരം വന്നു 2 തവണ. ഇനി എയ്സ് ഓഫ് വാണ്ടാണ്. നൈറ്റ് കപ്പ്, അപ്പൊ കെ എന്ന അക്ഷരം വന്നു, നൈറ്റ് കപ്പ് വന്നു കേട്ടോ. സ്ട്രെങ്ത്, സണ്ണ്, മൂൺ, നീതി ദേവത വന്നു. ക്യൂൻ കപ്പ്, കിങ് കപ്പും വന്നു, ക്യൂൻ കപ്പും വന്നു. ക്യൂൻ ഓഫ് വാണ്ട്, 5 സോഡ്സ്. ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ. പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി, അത്തം രോഹിണി തിരുവോണം, ഭരണി പൂരം പൂരാടം. ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമ്പറുകൾ 10 വന്നിട്ടുണ്ട്, 19 വന്നിട്ടുണ്ട്, 18 വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്, 8 വന്നിട്ടുണ്ട്, 14 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 6, 4 ഇതൊക്കെ വന്നിട്ടുണ്ട്. 10 2 തവണ വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് അത് വീണ്ടും പറയാൻ. ഇവിടെ ആദ്യത്തെ കാർഡ് 10 കപ്പാണ്. 10 കപ്പ് ഭാഗ്യം, വിജയം, സന്തോഷമാണ്. സണ്ണും ഭാഗ്യം, വിജയവും, സന്തോഷമാണ്. എന്നാൽ നിങ്ങൾക്കിടയിൽ ഭാഗ്യം, വിജയം, സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷെ സന്തുലിതാവസ്ഥ ഇല്ല, ബാലൻസിങ് ഇല്ല. രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുന്നില്ല. സ്നേഹമൊക്കെ നല്ല സ്നേഹമാണ്. സാധാരണ പറയുന്നത് പോലെ തന്നെ മീനം രാശിയാണ് വന്നിരിക്കുന്നത്. മുജന്മ ബന്ധമാണ്, നല്ല പ്രണയമാണ്, ഐക്യത്തിലിരിക്കുന്നവർ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാവുന്നുണ്ട്. അതാണ് ഇന്നിവിടെ കാണിക്കുന്നത്. വഴക്കിടുമ്പോഴാണ് വീണ്ടും സമാഗമം ഉണ്ടാവുമ്പോൾ അതിനൊരു മാധുര്യം ഉണ്ടാവുന്നത്. എന്നാൽ ഇവിടെ ഭയങ്കര വഴക്കാണ് പറയുന്നത്, യുദ്ധരംഗം, അതുപോലെയൊക്കെ വഴക്കിടുന്നുണ്ട്. 10 കപ്പ് പറയുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് പ്രണയിക്കുന്നവരാവാം, വിവാഹം കഴിഞ്ഞ ദമ്പതികളാവാം, ഇനി കുട്ടിയും കുടുംബമൊക്കെ ഉള്ളവരും പ്രണയിക്കുന്നതുമാവാം. 3 വിഭാഗക്കാർക്ക് വേണ്ടിയാണ് 10 കപ്പ് വരുന്നത്. എന്നാൽ സോൾ കണക്ഷനാണ്, സോൾമേറ്റുകളാണ്, അത് പറയാതെ വയ്യ. ഇനി കപ്പ് എനർജി കൂടുതൽ വന്നതുകൊണ്ട് മാനസികമായിട്ട് ഭയങ്കര ഐക്യമുള്ളവരാണ്. ഇനി സണ്ണും വന്നിട്ടുണ്ട്, മൂണും വന്നിട്ടുണ്ട്. സൺ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്, മൂൺ എന്ന് പറഞ്ഞാൽ മനസ്സിനെയാണ്. അപ്പോൾ ഇത് രണ്ടും നല്ല അടുപ്പുള്ള ആൾക്കാരാണ്, ഫിസിക്കലായിട്ടും നല്ല താല്പര്യമുള്ള ആൾക്കാരാണ്. ഇനി ലിയോ വന്നിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുള്ള ആൾക്കാരായിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷനുള്ള ആൾക്കാരായിരിക്കാം. ഇതൊക്കെ പറയുന്നുണ്ട്. എല്ലാ തരത്തിലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. ആത്മാവ് കൊണ്ട് ചേർന്നവരാണ്, മനസ്സുകൊണ്ട് ചേർന്നവരാണ്, ശരീരം കൊണ്ട് ചേർന്നവരാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ശരീരം കൊണ്ട് നല്ല ഇഷ്ടമാണ്. ബാഹ്യമായത് നമ്മൾ കാണുന്നത് ശരീരമാണ്, അത് കാണാൻ ഇഷ്ടമുള്ളവരാണ്. രണ്ടുപേർക്കും രൂപം ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ വഴക്കടിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. കാരണം ബാലൻസിങ് ഇല്ല, രണ്ടാളിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നുണ്ട് പലപ്പോഴും. പുറത്ത് മഴയുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കേൾക്കുമെന്നറിയില്ല. ഇങ്ങനെയാണ് നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുന്നത്. എന്നാലും തേർഡ് പാർട്ടി ഇല്ലല്ലോ, അതാണ് സമാധാനം. ഇവിടെ തേർഡ് പാർട്ടി ഇല്ല. എന്തായാലും സ്നേഹിക്കുന്നവരാണ്, രണ്ടുപേരും മുന്നോട്ട് പോകണം എന്നുള്ളവരാണ്. ടെംപ്രൻസ് പറയുന്നു മെഡിറ്റേറ്റ് ചെയ്യാൻ, ദേഷ്യം വരുന്ന സമയത്തൊക്കെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ സംസാരിക്കില്ല, ഇത്തിരി ഷൗട്ട് ചെയ്യുന്ന സ്വഭാവമുണ്ട്. അതാണ് ലിയോ പറയുന്നത്. മെരുങ്ങാത്ത സ്വഭാവമുണ്ട് ആ വ്യക്തിക്ക്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വഴക്ക് ഉണ്ടാവുന്നത്, ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുന്നത്. നിങ്ങളിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് അവർ. അതാണ് നൈറ്റ് കപ്പ് പറയുന്നത്. ആള് കുറച്ച്
തണ്ടുള്ള ആളാണ്. കുറച്ച് സ്നേഹം തരാൻ മടിയുള്ള ആളാണ്. സ്നേഹമുണ്ട്, പക്ഷെ തരുന്നത് പിശുക്കിയിട്ടേ തരൂ. അങ്ങനെയുള്ള ഒരാളാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ 1000% തരൂ. കിങ് കപ്പ് നിങ്ങളെങ്ങനെ മോഹിപ്പിച്ച് കയ്യിൽ സ്നേഹവുമായി ഇരിക്കുന്ന ഒരു രാജാവാണ്. അടുത്തേക്ക് വരട്ടെ, എന്നെ ആശ്രയിക്കട്ടെ, അങ്ങനെ ഒരു സ്വഭാവമാണ്. അല്ലാതെ അറിഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവമല്ല. നിങ്ങളിങ്ങനെ സ്നേഹം യാചിച്ചു പോകുന്നതാണ് ആൾക്ക് ഇഷ്ടം. അതൊരു നല്ല പ്രവണതയല്ല. അങ്ങനത്തെ ഒരു കിങ്ങാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ക്യൂൻ കപ്പും വന്നിട്ടുണ്ട്. ഇത് നിങ്ങളാണ്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുന്ന ഒരാളാണ്. അവർക്ക് സ്നേഹം വേണ്ടപ്പോൾ ഒക്കെ കൊടുക്കും. അവരുടെ ക്ഷീണവും തളർച്ചയും മനസ്സിലാക്കും. അവരുടെ സുഖദുഃഖങ്ങൾ മനസ്സിലാക്കും. ഇല്ലായ്മകളും അല്ലെങ്കിൽ കൂടുതലും മനസ്സിലാക്കും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അവരങ്ങനെയല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ പെരുമാറുന്നത് പോലെ തന്നെ അവരും നിങ്ങളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ലിയോ നിൽക്കുന്നുണ്ട്. അഹങ്കാരിയാണ്. ഞാനാണ് വലുത് എന്നുള്ള ഭാവമുള്ള ആളാണ് ലിയോ എന്ന് പറഞ്ഞാൽ. മെരുങ്ങാത്ത വന്യമായ സ്വഭാവമുള്ള, കൺട്രോൾ ഇഷ്യൂ ഉള്ള, ജലസുള്ള, ഈഗോയുള്ള ഒരാളാണ് ലിയോ എന്ന് പറഞ്ഞാൽ. പുരുഷനാണല്ലോ, മസ്കുലിൻ എനർജിയാണ്. അപ്പുറത്ത് നിൽക്കുന്നത് പുരുഷനായിരിക്കാം. അവർ കുറച്ച് തണ്ട് കാണിക്കുന്ന സ്വഭാവമുണ്ട്. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. അവർക്ക് വേണ്ടതനുസരിച്ച് കൊടുക്കുന്ന ആളാണ്. സ്നേഹം വേണ്ടപ്പോൾ അത് ധാരാളം കൊടുക്കും. ഇനി ഒരു ഹെൽപ്പ് വേണമെങ്കിൽ അതും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇനി ക്യാഷ് കൊണ്ടാണ്, അങ്ങനെയുള്ള എല്ലാത്തരം സഹായങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഇത് കുറച്ച് ഏജായ ആൾക്കാർക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്, ചെറുപ്പക്കാർക്ക് വേണ്ടിയല്ല. കാരണം അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇവിടെ നിൽക്കുന്നത്. ഇന്ന് ഞാൻ കാർഡ് എടുക്കുമ്പോൾ, രണ്ടാമത്തെ കാർഡുകൾ എടുക്കുമ്പോൾ, അവസാനത്തെ കാർഡ് എടുത്ത സമയത്ത് കാർഡ് അങ്ങ് തട്ടി വീണു, താഴേക്ക് വീണു. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു ഐശ്വര്യക്കേടാണല്ലോ എന്ന് വിചാരിച്ച്. അതിൽ വന്നത് സണ്ണും മൂണുമാണ്. അപ്പം ഞാൻ അതങ്ങ് കളഞ്ഞു, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി ഷഫിൾ ചെയ്തിട്ട് രണ്ടാമതെടുത്തു. അപ്പം 3 കാർഡുകൾ വേറെയാണ് വന്നത്. എന്നാൽ മറ്റൊരു കാർഡിൽ നിന്ന്, മൂന്നാമതെടുത്ത കാർഡിൽ നിന്ന് സണ്ണും മൂണും തന്നെ വന്നു. അത്രയ്ക്ക് ശക്തിയാണ് ഈ കാർഡുകൾക്ക്. അതാണ് നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജ് എന്ന് എന്നോട് പറയുകയാണ്. അതുകൊണ്ടാണ് അത് മറ്റൊരു കാർഡിൽ നിന്ന് എനിക്ക് തന്നത്. ആദ്യം കുറച്ച് തട്ടി താഴെ വീണത് കൊണ്ട് ഞാനത് എടുത്തില്ല. രണ്ടാമതെടുത്തപ്പോൾ ആ കാർഡുകൾ വന്നില്ല, ഷഫിൾ ചെയ്തപ്പോൾ വന്നില്ല. എന്നാൽ മൂന്നാമത്തെ കാർഡുകളിൽ നിന്ന് സണ്ണും മൂണും തന്നെ വന്നു. അപ്പം അത്രയും ശക്തിയാണ് കേട്ടോ ഇതിന്. പറഞ്ഞു വന്നത് എനർജിയെ കുറിച്ചാണ്. ഒരു 35-ന് മുകളിൽ പ്രായമുള്ളവരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 20-ന് മുകളിൽ ഒക്കെയാണ് ചെറുപ്പക്കാർ കാണുക. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന എനർജി അങ്ങനെയാണ്. കുറച്ച് തണ്ടുള്ള കുടുംബനാഥനായിരിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവാം. 35 ആയതുകൊണ്ട് എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല കേട്ടോ. കുറച്ച് താൻപോരിമുള്ള ആളെയാണ് ഇവിടെ കാണിക്കുന്നത്. ആൾ മെരുങ്ങില്ല, അങ്ങനത്തേക്ക് ഒരു സ്വഭാവമാണ്. എന്നാൽ നിങ്ങൾ എപ്പോഴും കൂടെ വേണം. അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞ് ചെയ്യണം. നിങ്ങളോട് അങ്ങനെയല്ല, കുറച്ച് ഭരിക്കുന്ന സ്വഭാവമാണ്. നിങ്ങൾക്ക് വേണ്ടത് എന്തും നിങ്ങൾ ചോദിച്ച് വാങ്ങണം. എന്നാൽ അവർക്ക് വേണ്ടതെല്ലാം അറിഞ്ഞ് ചെയ്യണം. അങ്ങനെ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങളെ സ്നേഹമില്ല എന്ന് പറയുന്നില്ല. കുറച്ച് മെരുങ്ങാൻ പാടുള്ള ഒരാളാണ്. വാശി, അതാണ് ടെമ്പറൻസ് പറയുന്നത്. അത് കുറയ്ക്കണം. ബാലൻസിങ് വേണം. അങ്ങോട്ട് കൊടുത്താൽ മാത്രം പോരാ, ഇങ്ങോട്ട് തരാനും അറിയണം. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന ക്യാരക്ടർ ഷമാഷ് ആണ്. ഷമാസ് അല്ല കേട്ടോ, അയ ഭാര്യയുടെ പേര്. ഇവർ രണ്ടുപേരുമാണ് വന്നിരിക്കുന്നത്. എന്തിനാണ് ഞാൻ ഇത് ഇവിടെ പറയാൻ കാരണം വെച്ചാൽ, ബാലൻസിങ് ഇല്ല എന്നാണ് ജൂപ്പിറ്റർ പറയുന്നത്. അപ്പം നിങ്ങൾ ഇവരെ കണ്ടു പഠിക്കൂ എന്ന് പറയാൻ വേണ്ടിയാണ് ഇവരുടെ രണ്ടുപേരുടെ പേര് ഞാൻ പറയാൻ കാരണം. എല്ലാ കാർഡിലും കൂടി വന്നിരിക്കുന്ന ക്യാരക്ടർ ഇതാണ്. ഷമാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യദേവനെ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സണ്ണിനെ. ഇവിടെ സണ്ണ് വന്നിട്ടുമുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് ഭർത്താവിനെ ഭാര്യ രാവിലെ ഉണർത്തുന്നു, അത് കഴിഞ്ഞ് അയാളുടെ യാത്രകളിൽ ഒപ്പമുണ്ട് എന്ന് പറയുന്നത്. വൈകിട്ട് അയാള് അസ്തമയം, വൈകിട്ട് അയാള് ഉറങ്ങുമ്പോഴും ഇവൾ കൂട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. പിരിയുന്നേ ഇല്ല. അതുപോലെ പിരിയാത്തൊരാൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സുകൊണ്ടെങ്കിലും പിരിയാതെ ഒന്നിച്ചു പോണ്ടവരാണ് എന്ന് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദിവ്യമായ ബന്ധമാണ്. പക്ഷെ ഇവരുടെ പ്രണയം ഇവിടെ പറയാൻ കാരണം, ഇവിടെ സന്ധ്യയും രാത്രിയും എന്നുള്ളത്, അല്ലെങ്കിൽ പ്രഭാതം പകല് എന്നൊക്കെ ഉള്ളത് പറയുന്നത് ജീവിതത്തിൻ്റെ തന്നെ
സുഖവും ദുഃഖവും, സന്തോഷം ഉണ്ടാവാം, ദുഃഖം ഉണ്ടാവാം, ഉയർച്ച താഴ്ചകൾ ഉണ്ടാവാം, എല്ലാ സമയത്തും കൂടെ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. നിങ്ങൾ അവരോടൊപ്പം, അവർ നിങ്ങളോടൊപ്പം. വേറെ വേറെ കാണാൻ പാടില്ല. സന്തോഷമുള്ളപ്പോൾ മാത്രം ഒരാൾ കൂടെ നിൽക്കുക, ദുഃഖം വരുമ്പോൾ മാറിപ്പോവുക. ഇനി ഒരാൾക്ക് സമ്പത്തുള്ളപ്പോൾ കൂടെ നിൽക്കുക, കഷ്ടം വരുമ്പോൾ മാറിപ്പോവുക. ഒരാൾക്ക് രോഗം വരുമ്പോൾ മാറിപ്പോവുക, ആരോഗ്യമുള്ളപ്പോൾ കൂടെ നിൽക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ. അതുപോലെ യാത്ര ഒന്നിച്ചാണ് ഇവര്. അപ്പൊ നിങ്ങൾ ഒന്നിച്ച് മനസ്സുകൊണ്ടെങ്കിലും യാത്ര ചെയ്യേണ്ടവരാണ്. അതുകൊണ്ടാണ് ഇവരെ രണ്ടുപേരെയും ഞാനിവിടെ കൊണ്ടുവരാൻ കാരണം. വീണ്ടും പറയുന്നു, ഇവിടെ വന്നിരിക്കുന്നത് അവർ രണ്ടുപേരുമാണ്. നമുക്ക് ഹിന്ദു പേരുകളുണ്ട്, മറ്റുള്ള പേരുകളുണ്ട്. ഇവിടെ ഞാൻ മറ്റൊരു പുരാണത്തിലെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഒരാളാണ് ഇവിടെ വന്നിരിക്കുന്നത്, സൂര്യൻ. അപ്പോൾ അവരിങ്ങനെ യാത്ര ചെയ്യുന്നവരാണ്, അവർ പങ്കാളികൾ. ഇവിടെ അങ്ങനെയല്ല. ഈ സൂര്യന് കുറച്ച് ദേഷ്യം കൂടുതലാണ്. നിങ്ങളെ ഇഷ്ടമുണ്ടെങ്കിലും എപ്പോഴും വഴക്ക് പറയുന്ന, വഴക്കടിക്കുന്ന സ്വഭാവമുണ്ട്, അസൂയുണ്ട്, കോപം കൂടുതലാണ്, മെരുങ്ങാത്ത സ്വഭാവമാണ്. സ്നേഹം ഇങ്ങനെ കയ്യിൽ പിടിക്കും, ഇങ്ങോട്ട് വരട്ടെ കൊടുക്കാം എന്നുള്ള ഭാവമാണ്. ഇതൊക്കെ ഒരു വ്യക്തിയുടെ നെഗറ്റീവ് സ്വഭാവത്തിനെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ ആവരുത് എന്നാണ് ഇവിടെ പറഞ്ഞു തന്നത്. ബാലൻസിങ് ഇല്ല, അതാണ് ടെമ്പറൻസ് പറയുന്നത്. എന്നാൽ നിങ്ങൾ അങ്ങേയറ്റം ക്ഷമിക്കാനും സഹിക്കാനൊക്കെ തയ്യാറായ ഒരാളാണ്. ഇതിന് മറുവശം പറയാം. ലേഡി ഭയങ്കര തണ്ടുള്ളതും പുരുഷൻ കുറച്ച് സോഫ്റ്റ് ആയതും കാണിക്കുന്നുണ്ട് ഇവിടെ. ഇത് മറ്റൊരു മെസ്സേജാണ്. അതാണ് ക്യൂൻ ഓഫ് വാണ്ട് പറയുന്നത്. അടക്കി ഭരിക്കുന്നൊരു സ്വഭാവമുള്ള സ്ത്രീയുണ്ട്, പുരുഷൻ കുറച്ച് പാവാണ്. ഇവിടെ സ്ത്രീയാണ് മെരുങ്ങാത്ത ആള്, ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ഭാവമുള്ള ആള്. അതും ഇവിടെ കാണിക്കുന്നുണ്ട്. ആദ്യത്തെ രാജാവും രാജ്ഞിയും എന്ന് പറഞ്ഞാൽ രാജ്ഞിക്ക് ഭയങ്കര സ്നേഹമാണ്, രാജാവിന് കുറച്ച് തണ്ടാണ്. രണ്ടാമത്തെ വിഭാഗത്തിൽ സ്ത്രീക്ക് കുറച്ച് തണ്ടാണ്, പുരുഷൻ കുറച്ച് സോഫ്റ്റ് ആയ ആളാണ്. എന്തിനും സഹിക്കാനും പൊറുക്കാനൊക്കെ തയ്യാറുള്ള ഒരാളാണ്. അപ്പൊ ഈ രണ്ട് വിഭാഗത്തിൽ ഏതാ നിങ്ങളത് മാത്രം തീരുമാനിച്ചാൽ മതി. ഇനി യുദ്ധം പതിവാണ്, ഒരാളെ മനസ്സിലാക്കായ്മ, അത് മാത്രമേ ഉള്ളൂ. രണ്ടാളും വഴക്കടിക്കുന്നു എന്ന് പറയുന്നില്ല, ഏതോ ഒരാളാണ് വഴക്കടിക്കാൻ മുന്നിട്ടിറങ്ങുന്നത്. അപ്പൊ നിങ്ങൾ തകർന്ന് തരിപ്പണാവുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നത് നിർത്താൻ പറ്റില്ല. അതാണ് ആത്മാവിന്റെ ബന്ധം. സണ്ണ് എന്ന് പറഞ്ഞ ആത്മാവിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മൂൺ എന്ന് പറഞ്ഞ മനസ്സിനെയാണ്. ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ മാനസികമായിട്ട് അടുപ്പമാണ്, ആത്മാക്കൾ തമ്മിലും അടുപ്പമാണ്. പക്ഷെ പെരുമാറ്റത്തിലാണ് പൊരുത്തക്കേടുകൾ. അത് ഒരാൾക്ക് ഈഗോ കൂടുതലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മറ്റേ ആൾക്ക് നീതി കിട്ടുന്നില്ല. ഇവിടെ നീതി ദേവത അതാ പറയുന്നത്. അത് ശരിയാവില്ല. നിങ്ങളുടെ ഭാഗത്താണ് ആ തെറ്റെങ്കിൽ നിങ്ങളത് തിരുത്തിയേ മതിയാവൂ. ഇനി അവരുടെ ഭാഗത്താണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അവരെപ്പോഴും ഷൗട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് മെല്ലെ മാറിപ്പോവുക. ഇതാണ് ഈ ബാലൻസിങ്ങിനെ കുറിച്ച് പറയുന്നത്. ആ സമയത്ത് സംസാരിക്കാതെ ഇരിക്കുക. അങ്ങനെ 4 വട്ടം ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ് എൻ്റെ ഭാഗത്തുള്ള കുറവ് എന്ന് മനസ്സിലാവും. അത് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. ആ വ്യക്തിക്ക് അറിയില്ല അവരെന്താണ് നിങ്ങളോട് പെരുമാറുന്നതിൻ്റെ വൈകല്യം എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അതൊന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്. ഇത് ദമ്പതികളാവാം, അല്ലെങ്കിൽ കാമുകി കാമുകന്മാരാവാം, അതും അല്ലെങ്കിൽ 2 കുടുംബത്തിലിരിക്കുന്നവരാവാം. എന്തായാലും പങ്കാളി കുറച്ച് ഈഗോ കൂടുതൽ കാണിക്കുകയാണ്, നിങ്ങളെ അമിതമായി കൺട്രോൾ ചെയ്യുകയാണ്. മറ്റുള്ളവരുമായിട്ട് അടുക്കാനോ സംസാരിക്കാനോ ഒന്നും സമ്മതിക്കാത്ത തരം പെരുമാറ്റമൊക്കെ ആണെങ്കിൽ നിങ്ങളത് കൺട്രോൾ ചെയ്യണം. അതൊക്കെ മാനസിക വൈകല്യങ്ങൾ തന്നെയാണ്. അത് വളം വെച്ച് കൊടുക്കാൻ നിൽക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഇവിടെ നല്ല സ്നേഹമുള്ള ദമ്പതികളാണ് വന്നിരിക്കുന്നത്. ആത്മാവ് കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നായ ദമ്പതികളെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അവര് നന്നായിട്ട് ജീവിതം കൊണ്ടുപോയ ആൾക്കാരാണ്. ഇവിടെ കുറച്ച് പുരുഷന് പ്രായം കൂടുതലാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു എനർജിയാണ് എന്ന് പറയുന്നത്. ഇവിടെ വൃദ്ധൻ എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് വൃദ്ധന്മാരെ ഒന്നും എടുക്കണ്ട. ഇവിടുത്തെ ഈ കഥാപാത്രങ്ങൾ, ഒരാൾ വൃദ്ധനാണ്, ഒരാൾ ചെറുപ്പക്കാരിയാണ് എന്ന് പറയുന്നത്. അതുപോലുള്ള അന്തരമൊന്നും ഇന്നത്തെ കാലത്ത് ഉണ്ടാവില്ല. എങ്കിലും നമുക്കിവിടെ വരുന്ന എനർജി ഒരു 35-ന് മേൽ പ്രായമുള്ളവരാണ് എന്നാണ്. അപ്പോൾ അത് ഇവിടുത്തെ എല്ലാ കാർഡുകളും കൂടി നോക്കിയാണ് ഞാൻ അത് പറയാൻ കാരണം. ഷമാസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ഭാവനയിൽ ഒരു രൂപം കണ്ടിട്ടുണ്ടാവൂലേ? എന്നാൽ ആ പുരാണത്തിൽ ഇയാളെ കുറിച്ച് പറയുന്നത് വൃദ്ധനാണ്, നീണ്ട താടിയുള്ള ആളാണ്, ഒട്ടും ഭംഗിയില്ലാത്ത ആളാണ്, അയാളുടെ ചെറുപ്പക്കാരിയായ സുന്ദരിയായ ഭാര്യയാണ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ള എനർജി പറഞ്ഞത്. ഇത്തിരി പ്രായമായ ആൾക്കാരായിരിക്കുമെന്ന്.
എന്ന് വിചാരിച്ച് പ്രായമായവരും പ്രായം കുറഞ്ഞവരൊന്നും കാണാതിരിക്കേണ്ട, ഇത് എല്ലാവർക്കും ബാധകമാണ്. പക്ഷേ ഇവിടെ കിട്ടിയ എനർജി ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇന്ന് സണ്ണിൻ്റെയും മൂണിൻ്റെയും പറയാൻ വേണ്ടിയിട്ടാണല്ലോ എനിക്ക് വീണ്ടും അത് തന്നെ വന്നത്. അപ്പം അതിലെന്തോ ഒന്ന് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ആവശ്യമില്ലാതെ ഈഗോ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ അത് കളയാനാണ് പറയുന്നത്. ഇവിടെ തീരെ ചേർച്ചയില്ലാത്ത ഒരു ദമ്പതികളുടെ മാനസികമായ ചേർച്ചയാണ് പറയുന്നത് ഈ പുരാണം പറയുന്നത്. അവരങ്ങേയറ്റം സ്നേഹിക്കുന്നവരായിരുന്നു എന്ന് പറയുന്നത്. ഒരാളുടെ രൂപം കണ്ടിട്ടോ സൗന്ദര്യം കണ്ടിട്ടോ പ്രായം കണ്ടിട്ടോ ഒന്നുമല്ല അയാളെ സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ചു കൊടുത്തൊരു ദേവിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കിടയിൽ എന്തൊക്കെ കുറവുണ്ടെങ്കിലും അതെല്ലാം നിങ്ങളുടെ മനസ്സ് ഓക്കെ ആണെങ്കിൽ ഒന്നും പ്രശ്നമല്ല എന്ന് പറയുന്നത്. ഇവിടെ ഇവരുടെ രണ്ടുപേരുടെയും മനസ്സുകൾ ഓക്കെ ആയിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് മാറിപ്പോയി. അവർ ദിവ്യ പ്രണയമായിരുന്നു എന്ന് പറയുന്നത്. അതുപോലുള്ള ജോഡികളായിരുന്നു, ഭാര്യയും ഭർത്താവായിരുന്നു. ഇവിടെ ഏത് ബന്ധമാവാം കേട്ടോ. ഇനി വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 35 മേൽ പ്രായമുള്ള ആളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബാലൻസിങ് ഇല്ലാത്ത രണ്ടുപേരെയാണ് കാണിച്ചത്. അത് വേണമെന്ന് പറയുന്നത്. കുറവുകൾ ധാരാളം ഉണ്ടാവും. പണമില്ലായിരിക്കുക, സൗന്ദര്യമില്ലായിരിക്കുക, മനസ്സുകൾ ചേർന്നോ, അത് മാത്രമാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ 2 തരം മെസ്സേജ് ഞാൻ പറഞ്ഞു. ഒന്ന്, സ്ത്രീക്ക് തണ്ട് കൂടുതലാണ്, അവർ ഭയങ്കരമായി കൺട്രോൾ ചെയ്യുന്ന ഒരു പുരുഷനാണ്. അവർ നല്ല സ്നേഹമുള്ള ആളാണ്, പക്ഷെ അവരെ മനസ്സിലാക്കുന്നില്ല, അതിൻ്റെ വഴക്കുകളാണ്. എന്നാൽ മറ്റേത് പുരുഷൻ ഇത്തിരി തണ്ടുള്ള ആളാണ്, സ്ത്രീ ഭയങ്കരമായി സ്നേഹിക്കുന്ന ആളാണ്. ആദ്യം പറഞ്ഞത് അതാണ്. എല്ലാ തരത്തിലും അയാൾക്ക് വേണ്ടതെല്ലാം അറിഞ്ഞു കൊടുക്കുന്ന ആളാണ്. എന്നാൽ അയാൾ തിരിച്ചങ്ങനെയല്ല. അപ്പം ഇതിൽ രണ്ടിൽ ഏതാണ് നിങ്ങളുടെ മെസ്സേജ് എന്ന് നിങ്ങൾ എടുക്കുക. എന്നാൽ തേർഡ് പാർട്ടി ഇവിടെ ഇല്ല. സത്യസന്ധമായ ഒരു ജോഡികളെയാണ് ഇവിടെ കണ്ടത്. യുദ്ധം നടക്കുന്നുണ്ട്, വഴക്ക് നടക്കുന്നുണ്ട്, എങ്കിലും ആത്മാക്കൾ ഒന്നായവരാണ്. മനസ്സുകൊണ്ടും കൂടി ഒന്നാവുക, അതാണ് ഇവിടെ ടെമ്പറൻസ് പറയുന്നത്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കലക്കിയിട്ട് ഒരാളിങ്ങനെ വിഷമം കൊടുത്തു പോകുന്നുണ്ട്. അത് നിർത്താനാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നതെല്ലാം ഏതോ മണ്ടത്തരങ്ങളാണ്, കള്ളത്തരങ്ങളാണ്, എന്തൊക്കെയോ വിളിച്ച് പറയാണ്. ഇതൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ഈ കാർഡുകളുടെ അർത്ഥം തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ കാർഡുകളിൽ വരുന്ന ക്യാരക്ടർ എന്താണ് എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് തരേണ്ട ഗുണപാഠം എന്താണ്, അതാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ എനർജി എന്താണ്, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇന്നലെ പ്രണയത്തിനെ കുറിച്ച് മാത്രമുള്ളത് ഞാൻ ഇതിൽ നിന്ന് എസെൻസ് ആയിട്ട് എടുത്തിട്ട് ഒരു വീഡിയോ ഇട്ടു. കാരണം ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് കൊണ്ട് ആൾക്കാർ കുറയണ്ട, ഇത് മാത്രം കേൾക്കാൻ താല്പര്യമുള്ള ചെറുപ്പക്കാർ അത് പോയി കണ്ടോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു വീഡിയോ ഇട്ടു. പക്ഷെ ഇന്നത് പ്രതീക്ഷിക്കണ്ട. ഇന്നലെ വെറുതെ ഞാനൊന്ന് ചെയ്തു നോക്കിയതാണ്. ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല, ഒരു 1000 പേരൊക്കെ കണ്ടു, ഇത്രേനേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരീക്ഷിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വീഡിയോ ആണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതെന്ന്. എല്ലാ മെസ്സേജും വരുന്ന ഈ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടം. എനിക്ക് സന്തോഷമായി. കാരണം ഇതാവുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയാം. ഹെൽത്ത്, കരിയർ, ഫിനാൻസ്, പൊതുവായ കാര്യങ്ങൾ എല്ലാം പറയാലോ. മാലാക്കട മെസ്സേജ് എല്ലാം പറയാം. അപ്പോൾ ഇതാണ് എനിക്കിഷ്ടമുള്ള റീഡിങ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് വരുമെന്നറിയുന്ന, അപ്പം കാത്തിരിക്കണം കേട്ടോ. മെസ്സേജിന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. മനസ്സിൽ ഈഗോ ഉള്ള ആൾ അത് തീർച്ചയായിട്ടും ചെയ്യണം. രാമനും സീതയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹനുമാൻ സന്ദേശം കൊണ്ടുപോകുമെന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഒടുക്കം വന്നിരിക്കുന്നത് രാമനും സീതയും തന്നെയാണ്. അപ്പോൾ പ്രണയം സത്യമുള്ളതാണ്, അതല്ലാന്നേ പറയുന്നില്ല. സോൾ കണക്ഷനാണ്, ദിവ്യമായ ബന്ധം തന്നെയാണ്. ഇവിടെ വന്നിരിക്കുന്ന ദമ്പതികളും അതാണ്, ദിവ്യമായ ബന്ധമാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അമ്മമാരോ അല്ലെങ്കിൽ മറ്റുള്ള ആരോഗ്യ പ്രവർത്തകരോ എന്നൊക്കെയാണ് തീരുമാനമായിരിക്കുന്നത്. ഇനി പുരുഷന്മാർക്കും പറഞ്ഞു കൊടുക്കണം. ഇതുപോലുള്ള കുറേ അറിവില്ലായ്മകൾ ബന്ധങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഞാനിവിടെ പറ്റുന്ന വിധത്തിലൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഒരാളെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇന്ന് പറയുന്നത്. പങ്കാളിയുടെ സുഖത്തിൽ മാത്രം കൂടെ നിന്നാൽ പോരാ, ദുഃഖത്തിനും കൂടെ നിൽക്കണം. പങ്കാളി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. അങ്ങനെ വിചാരിച്ച് വേണം മുന്നോട്ട് പോകാൻ. നിങ്ങൾ രണ്ടുപേരും രണ്ടല്ല എന്നങ്ങ് വിചാരിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും അവിടെ സോൾവ് ആയിക്കോളും. ഒരാൾക്ക് ഒരാളെ വേദനിപ്പിക്കാൻ പോലും തോന്നില്ല. എന്നെ തന്നെയല്ലേ ഞാൻ വേദനിപ്പിക്കുന്നത് എന്നങ്ങ് ചിന്തിച്ചാൽ മതി. ഇതാണ് ഇന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് ഹെൽത്ത്, കരിയർ ഇതിലേക്ക് പോവാം.
ഇവിടെ വാട്ടർ എലമെന്റ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗർഭാശയ അണ്ഡാശയ സ്തന ഫൈബ്രോയിഡുകൾ പറയുന്നുണ്ട്, മാനസിക പിരിമുറുക്കങ്ങൾ പറയുന്നുണ്ട്, അമിത മദ്യപാനം പറയുന്നുണ്ട്, വിഷാദ രോഗം പറയുന്നുണ്ട്, കരൾ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ ഇത് പറയുന്നുണ്ട്, മഞ്ഞപ്പിത്തം പറയുന്നുണ്ട്, പനി, ബോഡി പെയിൻ പറയുന്നുണ്ട്, നാഡീ സംബന്ധമായ അസുഖങ്ങൾ പറയുന്നുണ്ട്, വാദം ഇതൊക്കെ പറയുന്നുണ്ട്, ന്യൂറോൺ പ്രശ്നങ്ങൾ, സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കാർഡിൻ്റെ അല്ല കേട്ടോ, വാട്ടർ എലമെൻറ്റിൻ്റെ മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി അത് വിചാരിക്കേണ്ട. കുറേ കാര്യങ്ങളുടെയാണ് ഞാനിവിടെ പറഞ്ഞത്. ഇവിടെ വന്നിട്ടുള്ള എല്ലാറ്റിൻ്റെയും കൂടിയാണ് പറഞ്ഞത്. ഇന്നിവിടെ സണ്ണാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഊർജം കിട്ടാൻ, ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഓം മിത്രായ നമഃ ഈ മന്ത്രം ജപിക്കുക. അത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ജപിക്കുക. ഇത് രാവിലെയും ചൊല്ലാം, സന്ധ്യയ്ക്കും ചൊല്ലാം. ഇന്നലെ ഞാൻ മനസ്സ് ടെൻഷൻ ആവുമ്പോൾ ചൊല്ലാനുള്ള മന്ത്രമാണ് പറഞ്ഞത്. ഇന്ന് ശരീരത്തിന് ക്ഷീണം തോന്നുക, ഒന്നിനും ഒരു ഉഷാറില്ലാതിരിക്കുക, ഇങ്ങനെയൊക്കെ ആവുക. ഇത് മാറാനും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവാനും എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാവാനുള്ളതാണ് വിജയമന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യമല്ലല്ലോ ജീവിതത്തിലുള്ളത്, പ്രണയമുണ്ട്, മറ്റുള്ള പ്രശ്നങ്ങളുണ്ട്, അതിലൊക്കെ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവാനുള്ള മന്ത്രമാണ്. മൊത്തത്തിൽ നമ്മൾ പോസിറ്റീവ് ആവും, അതാണ് വേണ്ടത്. അപ്പോൾ വേണമെങ്കിൽ ഇത് ജപിക്കാം കേട്ടോ. നമുക്ക് ജോലി എന്താണെന്ന് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് കലാകാരന്മാർ വന്നിട്ടുണ്ട്, സർക്കാർ ജോലികൾ വന്നിട്ടുണ്ട്, വാട്ടർ അതോറിറ്റി വന്നിട്ടുണ്ട്, ഗതാഗതം വന്നിട്ടുണ്ട്, നീതി വന്നിട്ടുണ്ട്, നിയമമൊക്കെ വന്നിട്ടുണ്ട്, ജിം ട്രെയിനറായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ജോലി വന്നിരിക്കുന്നത്. പൊതുവായ കാര്യങ്ങൾ വിവാഹ നിശ്ചയ വിവാഹമാണ് പറയുന്നത്. പങ്കാളി ഒരു സന്ദേശം അയക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഐക്യത്തിലാണ് തുടങ്ങിയത്, ഐക്യത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം 10 കപ്പിലാണ് തുടങ്ങിയിരിക്കുന്നത്. അത് ഭാഗ്യം, വിജയം, ഐക്യം, സമാധാനമാണ്. ഇനി സണ്ണിലാണ് അവസാനിക്കുന്നത്, അതും ഭാഗ്യം, വിജയം, സന്തോഷമാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു മെസ്സേജ് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന അമിതമായ ദേഷ്യം, അമിതമായ സംശയം, കൺട്രോൾ ഇഷ്യൂ ഇതൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഇവിടെ പറയുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പേയ്മെൻ്റ് ഉണ്ട്, 1000 രൂപയാണ് തുടക്കം. ഒരു വിഷയത്തിൻ്റെ 3 ചോദ്യം, അതിനാണ് ഇത് മേടിക്കുന്നത് കേട്ടോ. പോസിറ്റീവായിരിക്കാൻ പറയുന്നുണ്ട്, ഹണിമൂൺ പറയുന്നുണ്ട്, പ്ലേഫുൾനെസ്സാണ്, തമാശ അല്ലെങ്കിൽ ശൃംഗാരം, ഫിനാൻസും കരിയറും, സോൾമേറ്റാണ്. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് കുറവുകളുള്ള ഒരു വൃദ്ധനാണ് നായകൻ ഇവിടെ. അയാളെ സ്നേഹിക്കുന്ന ഒരു യുവതിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പാഠാണ്. ഒരാൾക്ക് ഒരുപാട് കുറവുകളുണ്ടെങ്കിലും മറ്റേ ആള് അത് ശ്രദ്ധിക്കുന്നില്ല, സ്നേഹിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഒരു പടുകിഴവനെ നിങ്ങൾ പ്രണയിക്കണം എന്നല്ല ഇവിടെ പറയുന്നത്. അയാൾക്ക് ഒരുപാട് കുറവുകളുണ്ട് എന്നാണ്, വൃദ്ധനാണ് എന്ന് പറയുന്നതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി സൗന്ദര്യം ഒട്ടുമില്ലാത്ത ഒരാളായിട്ടാണ് ഇയാളെ പറയുന്നത്. അപ്പോൾ ബാഹ്യമായ ഒന്നിലും നിങ്ങൾ അമിതമായി ശ്രദ്ധിക്കാതെ ആ പങ്കാളിയെ മനസ്സുകൊണ്ട് സ്നേഹിക്കൂ എന്നാണ് പറയുന്നത്. അപ്പം അതുപോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ കണ്ണിന് ഇഷ്ടപ്പെട്ടവരെ മാത്രമേ സ്നേഹിക്കൂ. എൻ്റെ സ്വഭാവം അതാണ്. തീരെ ഇഷ്ടപ്പെടാത്ത ആളെ ഞാൻ പ്രണയിക്കും എന്ന് തോന്നുന്നില്ല. ഇനി എനിക്ക് അങ്ങനെ ഒരു ലൈഫ് ഇല്ല, എങ്കിലും എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ കണ്ണിന് സൗന്ദര്യമുള്ള ഒരാളെ തന്നെ നമ്മൾ സ്നേഹിക്കും. അതുകൊണ്ട് എനിക്ക് ഈ മെസ്സേജ് അങ്ങ് എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം മാതിരി ചെയ്തോളൂ. പക്ഷേ കുറവുകളെ നമ്മൾ കൂടുതൽ എടുത്തു കാണിക്കുക, അവരുടെ സ്നേഹത്തിനെ താഴ്ത്തിക്കെട്ടുക, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അത് മാത്രമാണ് ഒരു മെസ്സേജായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഫൊർഗീവാണ് പറയുന്നത്, ക്ഷമിക്കുക. സുഹൃത്ത് മാത്രമാണ് ചില ആളുകൾക്ക്. മൂവ് ഓൺ ചെയ്യാൻ പറയുന്നുണ്ട്. ടിൻ ഫ്ലെയിമാണ്, സൺ അതാണ് പറയുന്നത്. ആത്മാക്കളുടെ ബന്ധമാണ്, മാരേജ് കഴിക്കും, അതാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്.
രണ്ടുപേരും തമ്മിൽ പരസ്പരം പ്രണയിക്കുമ്പോൾ മറ്റൊരാൾക്ക് നമ്മളെക്കാൾ കൂടുതൽ എന്തെങ്കിലും കാണുമ്പോൾ അതിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ കൂടുതലുള്ളത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു എനർജി ഇവിടെ വന്നത്. ഇതുപോലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കേണ്ടത് എന്ന് പറയുന്നത്. പങ്കാളിക്ക് കുറവുണ്ടാവുമായിരിക്കുക, അതിനേക്കാൾ കൂടുതൽ സൗന്ദര്യമുള്ള പണമുള്ള ആൾക്കാരെ കാണുമ്പോൾ അതിലേക്ക് പോകുന്നൊരു സ്വഭാവം പങ്കാളികൾക്ക് ഉണ്ടാവാൻ പാടില്ല. സ്നേഹിച്ച് അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവണം. അതാണ് ഇന്ന് സണ്ണ് പറയുന്നത്. സണ്ണല്ല, വേറൊരു ആളാണ്, സണ്ണ് തന്നെയാണത്. പക്ഷെ മറ്റൊരു പുരാണത്തിലെ ഒരു ക്യാരക്ടറാണ് ഞാനിവിടെ പറഞ്ഞത്, ഷമാസ്. അവർ പറയുന്നത് അവർക്ക് ഒരുപാട് കുറവുണ്ടായിട്ടും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന, എപ്പോഴും യാത്ര അവരോടൊപ്പം മാത്രമാക്കിയ ഒരു യുവതിയായ സ്നേഹമയിയായ ഭാര്യയാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. എന്ന് വിചാരിച്ച് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് വൃദ്ധന്മാരൊന്നും ചെറുപ്പക്കാരികളെ നോട്ടം ഇടരുത്. അതിനുവേണ്ടിയല്ല ഈ മെസ്സേജ് തന്നത്. പങ്കാളികളുടെ കുറവുകൾ ക്ഷമിക്കുക, പങ്കാളികളുടെ ഒപ്പം എപ്പോഴും സ്നേഹത്തോടു കൂടി നിൽക്കുക. അതിങ്ങോട്ടുമാവാം അങ്ങോട്ടുമാവാം. ഇതാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രണയം സത്യമുള്ളതാണെങ്കിൽ, പങ്കാളി നിങ്ങളെ സത്യമായിട്ട് പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് സഫലമാവട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഈ ചെറിയ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായി മുന്നോട്ട് പോവുക.